അസ്സലാമു അലൈക്കും. ലോകത്ത് ധാരാളം മതങ്ങളും ദർശനങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ ഇസ്ലാമിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തിരഞ്ഞു പിടിച്ച് എല്ലാ കാലഘട്ടത്തിലും വളരെ കൂടുതലായി രൂക്ഷമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. എന്താണ് ഇതിനുള്ള കാരണം? പലപ്പോഴും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ, വിവാദങ്ങളൊക്കെ ഇസ്ലാമിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഉണ്ടാവാറുള്ളത്. അതിനെ നെഗറ്റീവായിട്ട് വിശദീകരിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാം എല്ലാ സ്ഥലത്തും വിഷയങ്ങൾ ഉണ്ടാക്കുന്നു, വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് ഒരു വിഷയം ഒരു പ്രശ്നമായോ അല്ലെങ്കിൽ ചർച്ചയായോ സമൂഹത്തിൽ നിലനിൽക്കുക? അതിന് വ്യക്തമായ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് പറയാനുണ്ടാകുമ്പോഴാണ്. ഇവിടെ ഒരാൾ ഒന്നും മിണ്ടാതെ ഒരു വിഷയത്തിലും ഒരു അഭിപ്രായവും ഇല്ലാതെ, നിലപാടും ഇല്ലാതെ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഒരു ചർച്ചയിലും ഉണ്ടാവില്ല, അയാൾ ഒരു പ്രസക്തമേ ആയിരിക്കില്ല. നാട്ടിൽ ഒരുപാട് ചർച്ച നടക്കുന്നുണ്ടാവും, അയാൾക്കൊരു നിലപാടും ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ പൊതുവിൽ അപ്രസക്തനായിരിക്കും. പക്ഷെ എപ്പോഴാണ് നിരന്തരം ആ ചർച്ചകളിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവുക? കൃത്യമായൊരു നിലപാടുണ്ടാകുമ്പോഴാണ്. അവിടെയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രധാനമായും ഒരു ലിബറൽ ലോകക്രമമാണ് ഇവിടെ ഉള്ളത്. കമ്പോളവൽക്കരണം എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കോർപ്പറേറ്റുകൾ, ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റുകൾ, ബില്യൺ ഡോളർ ഇൻഡസ്ട്രികൾ, അതിൻ്റെയൊക്കെ അത്തരത്തിലുള്ള ഒരു ക്യാപിറ്റലിസ്റ്റിക് വ്യവസ്ഥയിലാണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത്. ഈ ക്യാപിറ്റലിസ്റ്റിക് വ്യവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതലായിട്ടും ഈ വിപണനം നടക്കുന്ന ഇൻഡസ്ട്രികൾ, ബില്യൺ ഡോളർ ഇൻഡസ്ട്രികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും മുന്നിൽ വരുന്ന ഇൻഡസ്ട്രികൾ ഏതാണ്? നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഏറ്റവും മുന്നിൽ ഫാഷൻ ഇൻഡസ്ട്രി വരും, കോസ്മെറ്റിക് ഇൻഡസ്ട്രി വരും, അതുപോലെ തന്നെ പോൺ ഇൻഡസ്ട്രി വരും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വരും. ഈ ഇൻഡസ്ട്രികളെ പരിശോധിച്ച് നോക്കിയാൽ അതിനെ ഇസ്ലാമുമായി നമ്മളൊന്ന് തട്ടിച്ചു നോക്കുക. ഇസ്ലാം ഇത്തരത്തിലുള്ള വിപണനങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും മനുഷ്യ ശരീരത്തെയും സ്ത്രീ ശരീരത്തെയും ഒക്കെ അത് പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് വിപണനം നടത്തുകയോ ചെയ്യുന്നതിൻ്റെ അടിവേരറുക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ടുള്ളതാണ് പലിശ, അതുപോലെ തന്നെ ചൂതാട്ടം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇസ്ലാമിനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാം പലിശ വ്യവസ്ഥയെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചൂതാട്ടങ്ങളെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അധാർമികതകളെയും എല്ലാം അതിൻ്റെ അടിവേരറുത്തുകൊണ്ട് അതിനെ എതിർക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പോൺ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാങ്കിങ് സെക്ടറിൻ്റെ അതിൻ്റെയൊക്കെ ആശയപരമായി അതിൻ്റെ ഏറ്റവും എതിർ സൈഡിൽ നിൽക്കുക എന്ന് മാത്രമല്ല, അത് കൃത്യമായി ഒരു ജീവിത വ്യവസ്ഥയായി കോടിക്കണക്കിന് മുസ്ലിങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിൻ്റെ ദർശനം സ്വാഭാവികമായും ഇത്തരം ചൂഷണ വ്യവസ്ഥകൾക്ക് വലിയ തലവേദന ഉണ്ടാക്കും. ആ ചൂഷണ വ്യവസ്ഥകൾക്ക് തലവേദന ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അവർ നിരന്തരം ഇസ്ലാമിനെ വേട്ടയാടും. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ ദൈവിക ദർശനമാണ്. ഇസ്ലാം പറയുന്ന ദൈവിക ദർശനം എന്ന് പറഞ്ഞാൽ ആർക്കും വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വളരെ ലളിതവും എന്നാൽ ഏറ്റവും കൃത്യവുമായിട്ടുള്ളൊരു ദൈവിക ദർശനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ പലതരത്തിലുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്ന, ഒരു മതത്തിലും വിശ്വസിക്കാത്ത പല ചിന്തകളുള്ളവരുണ്ടാകും. പക്ഷേ ഇസ്ലാമിൻ്റെ ദൈവിക ദർശനം നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? ഇസ്ലാം പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഒന്നിനും കീഴൊതുങ്ങരുത്, നിങ്ങൾ ഒന്നിനും കീഴ്പ്പെടരുത്, നിങ്ങളെ സൃഷ്ടിച്ച സട്ടാവിനെയല്ലാതെ. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഒരു കടൽ തീരത്താണുള്ളത്. ഇസ്ലാം പറയുന്നു ഈ വിശാലമായ കടലുണ്ടല്ലോ, ഈ കടലിനെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്, കടലിൻ്റെ സട്ടാവിനെയാണ്. നമ്മൾ സൂര്യാസ്തമയത്തിൻ്റെ സമയത്താണുള്ളത്. ആ ജ്വലിച്ചു നിന്നിരുന്ന, ഇത്രയും നേരം നമ്മുടെ മേലേക്ക് വെയിൽ വർഷിപ്പിച്ചിരുന്ന ആ സൂര്യനെയല്ല, സൂര്യൻ്റെ സട്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ഇനി ചന്ദ്രനെ നമ്മൾ കാണാൻ തുടങ്ങും, ആ ചന്ദ്രനെയല്ല, ചന്ദ്രൻ്റെ സട്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. മനുഷ്യരെ ആരെയുമല്ല. മനുഷ്യരൊരു പക്ഷേ വളരെ മഹാന്മാരായ വലിയ മനുഷ്യന്മാരുണ്ടാകും, പക്ഷെ ആ മനുഷ്യന്മാരെ ഒന്നുമല്ല, ആ മനുഷ്യരുടെ ഒക്കെ സട്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. എല്ലാത്തിനും ഉപരി മുഹമ്മദ് നബിയെപ്പോലുമല്ല, മുഹമ്മദ് നബിയുടെ സട്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ ഒന്നിനെയുമല്ല, അതിൻ്റെയൊക്കെ സട്ടാവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അതിനു മാത്രമാണ് കീഴൊതുങ്ങേണ്ടത് എന്ന അതിസുന്ദരമായ, ഒരു വർഗീയതയുമില്ലാത്ത, ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന, ഏതെങ്കിലും ഒരു പ്രാദേശിക ദൈവത്തെക്കുറിച്ചല്ല, ഏതെങ്കിലും ഒരു ഗോത്രീയ ദൈവത്തെക്കുറിച്ചല്ല, നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവുണ്ട് അല്ലേ? പരമേശ്വരനായ ദ ഗോഡ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഏകനായ സട്ടാവിന് അറബിയിൽ പറയുന്ന പേര് മാത്രമാണ് അല്ലാഹ്. ആ അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹ്. ആ അല്ലാഹു അല്ലാതെ
മറ്റൊരാരാധനക്കർഹനില്ല, ആ അള്ളാഹുവിനാണ് അഥവാ സർവേശ്വരനാണ് നമ്മൾ ജീവിതം സമർപ്പിക്കേണ്ടത് എന്ന ഒരു ആശയം മനുഷ്യന് നൽകുന്ന ഒരു കരുത്തുണ്ട്. ആ കരുത്ത് നമ്മളിപ്പോൾ ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് നമുക്ക് ആകെ ഒരു ഇടങ്ങേറാണ് അല്ലേ, നിരന്തരം പരാതി പറയും. പക്ഷേ ഗസയിൽ നിരന്തരം ബോംബ് വർഷിപ്പിച്ച് ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തിൽ ഒരു പ്രദേശത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ പ്രവർത്തിച്ചിട്ടും ആ ഗസയിൽ നിന്ന് വരുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെയുള്ള മനുഷ്യന്മാർ ശ്വാസം എടുക്കുന്നത് പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹസ്ബി അല്ലാ, എനിക്കെൻ്റെ അല്ല ഉണ്ട്. അതായത് എന്നെ സൃഷ്ടിച്ച ഈ കാണുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ ഒക്കെ മുകളിലുള്ള ഒരു പരമേശ്വരൻ, ഒരു ശക്തിയുണ്ട്, ഹസ്ബി അല്ലാ, ആ ശക്തി മതി എനിക്ക്, ആ അല്ല മതി എനിക്ക്, ആ ദൈവം മതി എനിക്ക്. ആ വിശ്വാസം നൽകുന്ന ഒരു കരുത്ത്, അതുതന്നെയാണ് ഹിന്ദുത്വ, ഫാസിസം. ഈ ഇന്ത്യയിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ക്രൂരതകൾ കാണിക്കുമ്പോഴും അതിനെ കീഴൊതുങ്ങി കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല, ഹസ്ബി അല്ല എന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ നേരിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണെങ്കിലും അതേപോലെ തന്നെ ആശയപരമായ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെയാണെങ്കിലും ആശയം കൊണ്ട്, അതിൻ്റെ ആശയത്തിൻ്റെ സമ്പുഷ്ടി കൊണ്ട് നേരിടാൻ ഇസ്ലാമിന് സാധിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരെ വിരളി പിടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിരന്തരം ഒരു പ്രശ്നമില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നിരന്തരം വിവാദങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെയും ഇസ്ലാമിനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഒരു പ്രശ്നമില്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിൻ്റെ തലയിലുള്ള ഒരു 1.5 മീറ്റർ തട്ടെങ്കിലും പ്രശ്നമാക്കിക്കോളും. ഇങ്ങനെ ചെയ്യാൻ കാരണം ഇങ്ങനെ ഇവിടെയുള്ള ചൂഷണ വ്യവസ്ഥകൾക്കും അതുപോലെ തന്നെ ഫാസിസത്തിനും കീഴൊതുങ്ങാൻ ഈ ദർശനം മുസ്ലിങ്ങൾ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത ഒരവസ്ഥയിൽ അത്രയും കരുത്തു നൽകുന്ന ഒരു ആദർശം അവർക്കുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത്.